ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ദയാസ് ഓർക്കിഡേറിയത്തിൻ്റെ ചാനലിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വേറൊരു റിലേറ്റീവ്ലി ന്യൂ ആയിട്ടുള്ള ഒരു ഹൈബ്രിഡിനെ പറ്റിയിട്ടാണ്. ഏരിഡിസ് ബാങ്കോക്ക് സ്റ്റാർ എന്നോ അല്ലെങ്കിൽ വാൻഡ ബാങ്കോക്ക് സ്റ്റാർ എന്നോ ഒക്കെ പറയുന്നത്. ശരിക്കും ഇതിൻ്റെ പേര് പെരിറാറ ബാങ്കോക്ക് സ്റ്റാർ എന്നാണ്. അതായത് പെരിറാറ ബാങ്കോക്ക് സൺസെറ്റിനെയും ഒരു ഏരിഡിസ് ഹലൂട്ടിയാനെയും കൂടി ക്രോസ് ചെയ്തപ്പോൾ കിട്ടിയേക്കുന്ന ഒരു വെറൈറ്റിയാണ്, ഒരു ഹൈബ്രിഡാണ് ഈ കാണുന്ന ബാങ്കോക്ക് സ്റ്റാർ. ഇതൊരു ഹൈബ്രിഡ് തന്നെയാണ്. പക്ഷേ ഈ ഹൈബ്രിഡിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നോർമലി ഏരിഡിസ് ഹലൂട്ടിയാന കണ്ടിട്ടുള്ളവർക്കറിയാം, വളരെ പൊക്കത്തിന് വളരെ വള്ളി പോലെ വളർന്നു പോകുന്നൊരു വാൻഡയാണ് ഏരിഡിസ്. അപ്പോൾ അതിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന പോലെയാണ് നോർമലി ഫ്ലവേഴ്സ് ഉണ്ടാകുന്നത്. സീസണലാണ്. ചിലപ്പോൾ ഒരു വർഷത്തിൽ ഫ്ലവർ ചെയ്തില്ല എന്ന് വരും, അടുത്ത വർഷമേ ഫ്ലവർ ചെയ്യത്തുള്ളൂ. അങ്ങനെയൊക്കെയുള്ള പ്രോപ്പർട്ടീസ് ഏരിഡിസ് ഹലൂട്ടിയാനയ്ക്കുണ്ട്. അങ്ങനെയുള്ള ഡിസഡ്വാൻറ്റേജസ് എല്ലാം കൂടി ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് വാൻഡ ബാങ്കോക്ക് സൺസെറ്റിനെ ഇതുമായിട്ട് ക്രോസ് ചെയ്തു. അപ്പോൾ അത് ക്രോസ് ചെയ്ത് കഴിഞ്ഞപ്പം എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, ബാങ്കോക്ക് സൺസെറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഫ്ലവർ തരുന്ന കോമ്പാക്റ്റ് ആയിട്ടുള്ള ഇറക്റ്റ് ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ്. ഫ്ലവേഴ്സ് ഇറക്റ്റ് ആയിട്ട് വരുന്ന വെറൈറ്റിയാണ്, ഹാങ് ചെയ്യുന്നൊരു വെറൈറ്റി അല്ല. അപ്പോൾ ആ ബാങ്കോക്ക് സൺസെറ്റിൻ്റെ ഇറക്റ്റ് ഫ്ലവറിങ് നേച്ചർ, അതിൻ്റെ കോമ്പാക്റ്റ് പ്ലാന്റ് നേച്ചർ എല്ലാം നമുക്ക് ഈ ഏരിഡിസിൽ കിട്ടി. എന്നാൽ ഏരിഡിസിൻ്റെ ഫ്രാഗ്രൻസ്, ഏരിഡിസിൻ്റെ ഫ്ലവറിൻ്റെ ഷേപ്പ്, ഇതെല്ലാം നമ്മുടെ ബാങ്കോക്ക് സൺസെറ്റിനെയും കിട്ടി. അപ്പോൾ ഇത് രണ്ടും കൂടി വന്നപ്പോൾ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള, നിറയെ ഫ്ലവേഴ്സ് തരുന്ന, നല്ല മണമുള്ള, ഫ്രീക്വൻ്റ് ആയിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു പുതിയ സുപ്പീരിയർ ഹൈബ്രിഡ് ഉണ്ടായി. അപ്പോൾ ഇതിൽ ഈ ഒരു സ്പൈക്കിൽ താഴേന്നേ നമുക്ക് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. ആ ഫ്ലവേഴ്സ് കൊഴിഞ്ഞതാണ്. താഴെ നിന്നുള്ള ഫ്ലവേഴ്സ് കൊഴിഞ്ഞു പോകുമ്പോൾ മോളിൽ നിന്ന് പുതിയ പുതിയ ബഡ്സ് ഓപ്പണായി വരും. ബഡ്സ് നമുക്ക് ഏരിഡിസിൻ്റെ ബഡ് പോലെ തോന്നും, പക്ഷേ ഫ്ലവർ ഓപ്പൺ ചെയ്യുമ്പോൾ പക്ക ഏരിഡിസ് പോലെ അല്ല ഇരിക്കുന്നത്. ശരിക്കും ആ ഫ്ലവർ കണ്ടു കഴിഞ്ഞാൽ ബാങ്കോക്ക് സൺസെറ്റ് ക്രോസ് ചെയ്ത് ഏരിഡിസിന് ക്രോസ് ചെയ്ത പോലെ തന്നെയാണ് ഫ്ലവർ. വളരെ പെർഫ്യൂമായിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. നല്ല സ്ട്രോങ് ആയിട്ട് ഗ്രോ ചെയ്യും. ഈ സീസണിൽ തന്നെ എനിക്കിത് രണ്ടാമത്തെ ഫ്ലവറാണ് കിട്ടുന്നത്. ഒരു 2 months ബിഫോർ ഓൾസോ എനിക്ക് ഇതേമാതിരി ഫ്ലവർ കിട്ടിയിരുന്നു. അത് കൊഴിഞ്ഞു പോയി. അത് കഴിഞ്ഞ് ആ ഫ്ലവർ തീർന്ന ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ പുതിയൊരു സ്പൈക്ക് ഓപ്പണായി. അങ്ങനെയാണ് ഈ ഫ്ലവർ നിൽക്കുന്നത്. ഇനി ഇത് കൊഴിഞ്ഞു പോകുമ്പോൾ വീണ്ടും പുതിയ ഫ്ലവേഴ്സ് കിട്ടുമെന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു. കാരണം ബാങ്കോക്ക് സൺസെറ്റിന് ആ പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഫ്ലവർ ചെയ്യാനായിട്ട് ലൈറ്റിങ്, എപ്പോഴും ഒരു ഓർക്കിഡിന് ഫ്ലവർ ചെയ്യാൻ ലൈറ്റിങ്ങും ഹ്യൂമിഡിറ്റിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇത് രണ്ടും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു 2% മാത്രമേ ഫെർട്ടിലൈസേഴ്സ് ആ പ്ലാന്റിനെ ഹെൽപ്പ് ചെയ്യുന്നുള്ളൂ. ബിക്കോസ് ഓർക്കിഡ്സ് എല്ലാം സ്ലോ ഫീഡേഴ്സാണ്. വളരെ കുറച്ച് ഫെർട്ടിലൈസേഴ്സ് മതി അതിന് സസ്റ്റെയിൻ ചെയ്യാനായിട്ട്. അതിൻ്റെ റൂട്ട്സ് വെലാമിൻ റൂട്ട്സാണ്. അന്തരീക്ഷത്തിൽ നിന്നാണ് അത് മിനറൽസും വാട്ടർ വേപ്പറും എല്ലാം അബ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ ഇതും വാൻഡേഷ്യസ് വെറൈറ്റി തന്നെയാണ്. മോണോപോഡിയൽ ഗ്രോത്ത് ഉള്ളൊരു വെറൈറ്റിയാണ്. ഇത് ഒരു സുപ്പീരിയർ ഫ്രാഗ്രൻസ് ഉള്ള ഒരു ഏരിഡിസ് പോലെ ഇരിക്കുന്ന ഒരു വാൻഡ വെറൈറ്റിയാണ്. എല്ലാവർക്കും വളർത്താവുന്ന, കളക്ടേഴ്സിനും വളരെ ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്നൊരു വെറൈറ്റിയാണ് ബാങ്കോക്ക് സ്റ്റാർ. ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത് വരുന്നവരേക്കും ബൈ ബൈ.